ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിലുള്ള ബാക്കി പോർഷൻസ് കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തോടു കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്ടാ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സാം ഓറിയന്റഡ് ഉള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൂടുതൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളതേ യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. അതായത് സെറ്റിന്റെ എന്താണ്ടാ യൂണിയൻ എന്തെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന സെറ്റ് എ ഈക്വൽ ടു 1, 2, 3 അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് 4, 5 ആണെങ്കിൽ അതിൻ്റെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്ട മക്കളെ, ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് ഒറ്റ സെറ്റിനകത്ത് എഴുതും. അത്ര മാത്രമേ ഉള്ളൂ, വേറെ വലിയ പേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ, എന്തായിരിക്കും 1, 2, 3, 4, 5. ഇതിനെ നമ്മൾ എന്ത് പറയുക, എ യൂണിയൻ ബി എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കണം വെൻ ഡയഗ്രാം കേട്ടോ. ഇതിൻ്റെ വെൻ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് യു. യു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, യു പറയാൻ വിട്ടുപോയി. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണ്. നമ്മൾ ഈ ഒരു യൂണിവേഴ്സിലല്ലേ ജീവിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെറ്റുകളാണ്. അപ്പോൾ എല്ലാ സെറ്റുകളും കൂടെ ചേരുന്ന വലിയൊരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മളിവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റെക്റ്റാങ്കിൾ ഇതിനെ സൂചിപ്പിക്കുന്നു. ആ ഒരു യൂണിവേഴ്സലിലെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് കുഞ്ഞു സെറ്റുകളാണ്, ഒന്ന് എയും മറ്റൊന്ന് എന്താണ്ട, മറ്റൊന്ന് ബിയും. ഏതാണ്ട ബിയും. ഓക്കെ, എ ആൻഡ് ബി, എയും ബിയും രണ്ട് സെറ്റാണ്. ഏതാ എയും ബിയും. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് എ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് വരുന്ന ഈ ഫുൾ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതാണ് എന്ത്, എ യൂണിയൻ ബി, എ യൂണിയൻ ബി. അപ്പോൾ അതാണ് എന്ത്, യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. എന്താണ് ഇന്റർസെക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്, നോക്കിക്കോണേ. തൽക്കാലം എ എന്ന് പറയുന്ന സെറ്റ് ഒരു 1, 2, 3, 4 ബി എന്ന് പറയുന്ന സെറ്റ് 3, 4, 5, 6 ആണ് വിചാരിച്ചത്. ഓക്കെ, എ എന്ന് പറയുന്നതാണ്ടോ 1, 2, 3, 4 ബി എന്ന് പറയുന്നത് 3, 4, 5, 6 ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു റാ പോലെ എഴുതും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരാണ് നമ്മൾ നോക്കുക. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരാണ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് നമുക്കറിയാം. ഇവിടെ ആരാണ്, 3 അല്ലെ, ഇവിടെ 3 ഉണ്ട്, 4 ഇവിടെയും 3ഉം 4ഉം ഉണ്ട് അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 3, 4 ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർസെക്ഷൻ. എന്ത് പറയൂടാ, ഇന്റർസെക്ഷൻ. നമ്മൾ എങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്, എങ്ങനെയാണ് വെൻ ഡയഗ്രാം, ഇത് നമ്മൾ എന്താണ്, യൂണിവേഴ്സൽ സെറ്റാണ്, യു ആണ്. ഇതിനകത്ത് രണ്ട് സെറ്റ് വരുന്നത് ഏതൊക്കെയാണ്, ഒന്ന് എയും അടുത്തതാണ് മക്കൾ, അടുത്ത് ബിയും. ഓക്കെ, അങ്ങനെ രണ്ട് സെറ്റാണ് എ ആൻഡ് ബി. ഇപ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിലാണ്, നടുക്കുള്ള ഈ ഒരു പ്ലേസ് അല്ലേ. നമ്മൾ ഇതിനെ നമ്മൾ എന്ത് പറയുക, ഈ ഒരു പ്ലേസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. ഓക്കെ, എളുപ്പമല്ലേടാ. നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള എന്താണ്, ഡിസ്ജോയിന്റ് സെറ്റിനെ കുറിച്ചാണ്. എന്താണ് മക്കളെ, ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് നോക്കിക്കോണേ. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ബി എന്ന് പറയുന്ന സെറ്റ് 4, 5 അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും, രണ്ടിലും കോമൺ ആയിട്ട് വല്ലതും എടുക്കാനുണ്ടോടാ. എടാ, എയിലും ബിയിലും വല്ലതും കോമൺ ആയിട്ടുണ്ടോ, ഇല്ല. 5 നൾ സെറ്റ്, അതിനകത്തൊന്നുമില്ല. കോമൺ ആയിട്ട് എടുക്കാൻ എന്താണ്ടാ, ഒന്നുമില്ല. എയിലും ബിയിലും കോമൺ ആയിട്ട് എടുക്കാൻ ഒരു എലമെന്റും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സെറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിസ്ജോയിന്റ് സെറ്റ്. ഇതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും വരുന്നത്, നമുക്ക് ഇവിടെ എന്താണ്, ഒരു റെക്റ്റാങ്കിൾ അതായത് എന്താണ്, യു ആണ്. ഞാനത് രണ്ട് എന്താണ് സെറ്റ്, ഒന്ന് എയും അടുത്ത എന്താണ് മക്കളെ ബിയും. ഇത് തന്നെയാണ്, വേറെ അതിനകത്തൊന്നും മാർക്ക് ചെയ്യില്ല. കാരണം എയും ബിയും പരസ്പരം എന്തല്ല, കണക്ട് അല്ല. കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും എന്താണ്, ഇല്ല. കോമൺ ആയിട്ട് ഉണ്ടാവണമെങ്കിൽ ഇവർ രണ്ടും ഈ ഒരു അവസ്ഥയിലായിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം കണക്ട് അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സെറ്റിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്താ, ഡിസ്ജോയിന്റ് സെറ്റ്. എന്ത് പറയും, ഡിസ്ജോയിന്റ് സെറ്റ്. ഇവിടെ യൂണിയൻ ഓഫ് സെറ്റ് ഇല്ലേ, എ യൂണിയൻ 5 എന്തായിരിക്കും, എ യൂണിയൻ 5 എയോടൊപ്പം 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്, അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഈ എയോടൊപ്പം നൾ സെറ്റ് ചേർത്ത് നമുക്ക് ആരെ തന്നെ കിട്ടും, എ തന്നെ കിട്ടും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം ഈ ഒരു സംഭവം. അതുപോലെ നമുക്ക് വേണ്ട സാധനമാണ് എ യൂണിയൻ യു. യു എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനോടൊപ്പം നമ്മൾ എ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതായത് ഈ ഒരു യൂണിവേഴ്സ്
ഈ യൂണിവേഴ്സിനകത്ത് ഞാനുണ്ട്. നമ്മൾ രണ്ടിനും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്തായിരിക്കും വലുതായിട്ട് തോന്നുക? ഈ യൂണിവേഴ്സല്ലേ വലുതായിട്ട് തോന്നുക. അപ്പോൾ ആൻസർ എന്താണ്ട മക്കൾ? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്ട? യു ആണ്. അതുപോലെ എ യൂണിയൻ എ ആണെങ്കിലോ അപ്പോഴും എന്താണ് ആൻസർ? എ തന്നെയാണ്. എയുമായിട്ട് നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ എന്ന് പറയുന്ന ആ ഒരു സെറ്റിന് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എ ഇന്റർസെക്ഷൻ ഫൈ. എന്ത് കിട്ടോടാ? എ ഇന്റർസെക്ഷൻ ഫൈ. രണ്ടിലും എയിലും ഫൈയിലും കോമൺ ആയിട്ടുള്ളത് എന്താണ് മക്കളെ? എന്ത് തന്നെയാണ്? നള്ളാണ് കേട്ടോ. അതായത് എന്താണ്? ഫൈ തന്നെയാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ എ ഇന്റർസെക്ഷൻ ഫൈ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഫൈ ആണ്. അതുപോലെ തന്നെയാണ് എ ഇന്റർസെക്ഷൻ യു. എന്തായിരിക്കും ആൻസർ? യുവിലും എയിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്ടാ മക്കളെ? എ ആണ്. ആരാണുള്ളത്? എ ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ എ എന്ന് വെച്ചാൽ ആൻസർ എന്താണ്ടാ? എ ആണ്. എന്താണ്ട് ആൻസർ? എ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് എന്താണ് ചില ക്വസ്റ്റ്യൻസിലൊക്കെ എന്താണ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു MCQ ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട? ഡിഫറൻസ് ഓഫ് സെറ്റ് ആണ്. അതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ് ആണ്. അതായത് സപ്പോസ് അവിടെ നോക്കി എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്ട മക്കളെ? 4 5 6 7 ആണെങ്കിൽ എ മൈനസ് ബി ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഒഴിവാക്കും. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരാണ്? ഇവിടെ 4ഉം 5ഉം ഉണ്ട്. ഇവിടെയും 4ഉം 5ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ എ മൈനസ് ബി ചോദിക്കുകയാണെങ്കിൽ എയിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന 4നെയും 5നെയും എന്ത് ചെയ്യുക? അങ്ങ് ഒഴിവാക്കുക. പിന്നെ ബാക്കി നമുക്ക് അവിടെ ആരെ കിട്ടും? 1 2 3. ഇതാണ്ട 1 2 3. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ. തിരിച്ച് ബി മൈനസ് എ ചോദിച്ചാലോ? ബിയിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്നതിന് ഒഴിവാക്കും. കോമൺ ആയിട്ട് വരുന്ന ആരാണ്? 4ഉം 5ഉം അല്ലേ? അതിന് ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടും? 6ഉം 7 എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ വെൻ ഡയഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് അതിന്റെ വെൻ ഡയഗ്രാം വരുന്നത് കേട്ടോ. എന്താണ്? ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. അപ്പൊ ഇതെന്താണ്? ഇത് എ. ഇതെന്താണ്? ഇത് മക്കളെ എന്താണ്? ബി ആണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം എയിൽ നിന്ന് ഇന്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതല്ലേ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇത്രയുമാണ് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? എ മൈനസ് ബി. എന്താണ്ട? എ മൈനസ് ബി. തിരിച്ച് ബി മൈനസ് എ ആണെങ്കിലോ ഇതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റ്. ഇത് രണ്ടാണ്, എയും പിന്നെ എന്താണ്ട മക്കളെ? ബിയും. എ ആൻഡ് ബി. ഇപ്പോൾ ബി മൈനസ് എ ചോദിച്ചാൽ ഇതാണ്. ബിയിൽ നിന്ന് ആ ഇന്റർസെക്ഷന്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് ഒഴിവാക്കുക. ഇതാണ് ആരെന്ന് പറഞ്ഞാൽ ബി മൈനസ് എ. ഇതാണ് എന്താ മക്കളെ? ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. മക്കളെ ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അവിടെ നമ്മൾ അടുത്തായിട്ട് പറയാനുള്ളത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? ഈ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് പറയണമെങ്കിൽ നമുക്കവിടെ ആര് വേണം? യു വേണം. ഇത് വേണ്ട, യു വേണം. അതായത് യൂണിവേഴ്സൽ സെറ്റ് വേണം. ഇപ്പൊ സപ്പോസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 2 4 6 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് നമ്മളെ സൂചിപ്പിക്കുന്നത് എ ഇട്ടിട്ട് മുകളിൽ എന്തിടാ? ഒരു ഡാഷ് ഇടും. ഡാഷ് അല്ലെങ്കിൽ ഓർ എ ഇട്ടിട്ട് സി ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾ അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. എ ഇട്ട് മുകളിൽ എന്താണ്? ഡാഷ്. നമുക്ക് അതാണ് തൽക്കാലത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചോണം, അത് യു മൈനസ് എ ആണ്. എന്താ? യു മൈനസ് എ. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനം പഠിച്ചു വെച്ചോ. എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്ട്? അത് യു മൈനസ് എ ആണ്. എന്താണത്? യു മൈനസ് എ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആരാണ്? യു ആണ്. എ ഏതാണ്? 2 4 6 ആണ്. അപ്പോൾ യുവിൽ നിന്ന് എന്ത് ചെയ്യുക? എ മൈനസ് എ. അപ്പൊ യുവിൽ ആരൊക്കെ ഉണ്ട്? യുവിൽ നിന്ന് എന്ത് ചെയ്യുക? 2. രണ്ടിലും കോമൺ ആയിട്ടുള്ള 2 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ യുവിൽ നിന്ന് 2ഉം 4ഉം 6ഉം എടുത്ത് കളഞ്ഞാൽ ബാക്കി നമുക്ക് അവിടെ ഉള്ളത് ആരാണ്ടാ? സോ എ കോംപ്ലിമെന്റ് ആൻസർ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് 1 3 5. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്. ജസ്റ്റ് ഇതിന്റെ വെൻ ഡയഗ്രാം കൂടെ നിങ്ങളൊന്ന് നോക്കുക. ഇതിന്റെ വെൻ ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും എന്ന് നോക്കിക്കോളൂ. ഇതെന്താ? എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇതിനകത്ത് ഒറ്റ സെറ്റേ വരുള്ളൂ. ഇതാണത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഏത് സെറ്റാണ്? നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റാണ്. ഇതില് എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്ട? യു മൈനസ് എ. ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ ഉള്ളത് ഞാനല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒഴികെ യൂണിവേഴ്സിൽ ബാക്കിയുള്ള എല്ലാം, അതിനാണ് നമ്മൾ എന്ത് പറയുക? എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുക. അപ്പോൾ എ ഒഴികെ ബാക്കിയുള്ള എല്ലാം എന്ത് ഇതിനകത്ത് വരും? ഇത്രയും.
എന്നാൽ എ വരും എന്ന് വെച്ചാൽ എ വരെയില്ല. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ്. ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ റീജിയൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്താ? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നെ പഠിക്കാണ്ടില്ല, എന്നാൽ കൂടി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കൂടെ അങ്ങ് ഓർത്ത് വയ്ക്കുക. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ഒരു മെയിൻ ഇക്വേഷനാണ് ഈ സാധനം കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇത് വെച്ചുള്ള വലിയ വേർഡ് പ്രോബ്ലംസ് നമുക്കില്ല, ഡിലീറ്റഡ് പോർഷൻ ആണ്. ബട്ട് എന്നാലും പറയാൻ പറ്റത്തില്ല, നമുക്കൊരു MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഇതൊന്ന് എന്ത് ചെയ്യാം? പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് എ യൂണിയൻ ബിയും എയും ബിയും എ ഇന്റർസെക്ഷൻ ബിയും കൂടെ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നോക്കിക്കടാ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2025 2025 രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 2025 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി ഷെയ്ഡ് റീജിയൻ ഇൻ ദി ഗിവൺ വെൻ ഡയഗ്രാം. നോക്കിക്കടാ, ഇതാണ് നമ്മളെ ഷെയ്ഡ് റീജിയൻ. കണ്ടു, ഇതാണ് നമ്മുടെ ഷെയ്ഡ് റീജിയൻ. ഈ ഒരു ഷെയ്ഡാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു വെച്ചതേ ഉള്ളത് സാധനം എന്താണ്? ഇതെന്താണ്? എ മൈനസ് ബി ആണ്. എന്താണ്? എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി അതിനകത്തുണ്ടാ? ഇതാ ഉണ്ട്, ഇതാ അടങ്ങണം എ മൈനസ് ബി. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്ടാ? എ മൈനസ് ബി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എ എന്ന് പറഞ്ഞാൽ -1 0 1 ആണ്. നമുക്ക് എന്ത് വേണം? റൈറ്റ് ഓൾ സബ്ജക്ട്സ് ഓഫ് ദി സെറ്റ് അല്ല, റൈറ്റ് ഓൾ ദി സബ്സെറ്റ് ആണ്. അതാണ്ട് റൈറ്റ് ഓൾ സബ്സെറ്റ്. എയുടെ എന്താണ്? എല്ലാ സബ്സെറ്റ് നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. എങ്ങനെ എഴുതാം നമ്മൾ? ഇതിന്റെ എയുടെ സബ്സെറ്റ് ഉള്ളതൊക്കെയാണ് സബ്സെറ്റ്. സബ്സെറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെറ്റ് -1, അടുത്തത് സെറ്റ് 0, അടുത്തത് സെറ്റ് 1, നെക്സ്റ്റ് 1 സെറ്റ് -1 0, സെറ്റ് 0 1, അടുത്ത സെറ്റ് -1 1, അടുത്തത് അത് തന്നെ സെറ്റ് ആയിട്ട് വരും അല്ലേ? -1 0 1 എന്താണ്? സബ്സെറ്റ് ആണ്. പിന്നെ എന്താണ്ടാ? ലാസ്റ്റ് 5. എല്ലാത്തിലും വരുന്ന സബ്സെറ്റ് ആരാണ്ടാ? 5 ആണ്. ആരാണ്? 5. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. ഇങ്ങനെ കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം ഫെമിലർ ആണ്. ഭയങ്കര നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വെണ്ടഗ്രാം വരച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മതി, കാര്യം കത്തും. ഇതെന്താണ്ട? ഇത് എന്താണ്? ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇതെന്താണ്? ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. നമുക്കിവിടെ എ എന്ന് പറഞ്ഞ ആരാണ്? എ. ഞാൻ നടുക്ക് മാർക്ക് ചെയ്തു, ഇതാണ് എ എന്ന് പറയുന്നത്. ഇതാണ് ആരുടെ? എ. അതാണ് എ. ഇനി എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഈ പുറമേയുള്ള റീജിയൻ, ഇതാണ് എ കോംപ്ലിമെന്റ്. ഞാൻ പച്ച വെച്ച് ഷെയ്ഡ് ചെയ്യുന്ന സാധനമാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എ കോംപ്ലിമെന്റ് നോക്കിയേ, രണ്ടിന്റെയും കൂടെ എന്താണ്? രണ്ടിന്റെയും കൂടെ യൂണിയൻ ആണ് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന നടുക്കുള്ള ഈ ഒരു മഞ്ഞ ലൈനാണ്. ഈ ഒരു മഞ്ഞ ലൈനാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എ. ഇത് എയും ഇതാരാണ്? ഇത് എ കോംപ്ലിമെന്റും ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ആരാണ് കിട്ടുന്നത്? എ കോംപ്ലിമെന്റിന്റെയും എയുടെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരെ തന്നെയാണ് കിട്ടുക? യു തന്നെയാണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഏതാണ്ടാ കിട്ടുക? യു. അപ്പൊ ആൻസർ എന്താണ്ട മക്കളെ? യു ആണ്. എന്താണ് ആൻസർ? ഏതാണ്ട യു. യു ആണ് ഫൈനൽ ആൻസർ. യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എന്താണ്ട? എ യൂണിയൻ എ കോംപ്ലിമെന്റ്. ആൻസർ എന്താണ്ട മക്കളെ? യു ആണ്. ഓക്കെ, ഇനി വീണ്ടും അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ? എന്താണ് നോക്കിക്കട? യു പറയുന്നുണ്ട്. 1 2 3 4 5 6 ആണെന്ന് പറയുന്നുണ്ട്. എ എന്താണ് മക്കളെ? എ 2 3 4 ആണ്. അതുപോലെ ബി എന്താണ്? 3 4 6 ആണ്. ദെൻ പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് LHS പാർട്ട് എടുക്കാം. ഇവിടുത്തെ LHS പാർട്ട് ആണ്. LHS പാർട്ട് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? നമ്മൾ ഏത് മൈനസ് ചെയ്യും? യു മൈനസ് എ യൂണിയൻ ബി. അങ്ങനെയല്ലേ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ മക്കളെ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണത്? യു മൈനസ് എന്താണ്? എ യൂണിയൻ ബി തന്നെയാണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായ? വേറെ ഒന്നും നിങ്ങളതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? യു. യു എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. ഇത് നമുക്ക് ആരെ കുറയ്ക്കണം? എ യൂണിയൻ ബി. എ എന്ന് പറഞ്ഞാൽ 2 3 4, ബി എന്ന് പറഞ്ഞാൽ 3 4 6. അങ്ങനെയാണെങ്കിൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബി. എയിലും ബിയിലും 1 ഉണ്ടാ? ഇല്ല. 2 ഉണ്ടാ? 2 ഉണ്ട്. രണ്ടിലും 3 ഉണ്ടാ? 3 ഉണ്ട്. 4 ഉണ്ടാ? രണ്ടിലും 4 ഉണ്ട് കേട്ടാ.
6 നാലുണ്ട്, ബിയിലുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതാണെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി. ഇത് നമ്മൾ ആരെ കുറയ്ക്കണം? നമുക്ക് 2 3 4 6 കുറയ്ക്കണം. അപ്പോൾ 1 2 3 4 5 6 നിന്ന് 2 എടുത്ത് കളയണം, 3 എടുത്ത് കളയണം, 4 എടുത്ത് കളയണം, 6 എടുത്ത് കളയണം. പിന്നെ ബാക്കി നമുക്ക് ആരെ കിട്ടും? 1 6. ആരെ കിട്ടും? 1 6. അതാണ് എന്ത്? LHS. അപ്പോൾ ഇവിടെ LHS പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ടാ മക്കളെ? 1 6. ഏതാണ്ടാ? 1 6. ഇനി നമുക്ക് RHSലോട്ട് പോവാം. നമ്മൾ RHS എന്താണ്? RHS പാർട്ട് എന്താണ്? RHS പാർട്ട് ഇതങ്ങ് മായ്ക്കുകയാണ്, റബ്ബ് ചെയ്യാണ്. നമുക്ക് RHS എന്താണ്? RHS പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ടാ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നിങ്ങൾ നോക്കിയോ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ ആണല്ലേ. എന്താണ്? യു മൈനസ് എ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 2 3 4 5 6 ആണ് യു. അതിൽ നമ്മൾ എ എടുത്ത് കളയാണ്. എയിലുള്ള ആരൊക്കെ യുവിലുണ്ട്? 2 ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് 2 പോയി. അടുത്ത എന്താണ്? എയിൽ നിന്ന് 2 പോയി. അടുത്ത എന്താണ്? യു വി നമ്മൾ എന്താണ്? എയിലുള്ള 3 ഉണ്ട്. 3 എടുത്ത് കളഞ്ഞു. അടുത്ത എന്താണ്? 6 ഉണ്ട്. അതാ 6 കൊണ്ട് എടുത്ത് കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? 1 4 5. ഏതാണ്ട് 1 4 5. അതുപോലെ നമുക്ക് വേണം ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്താണ്? യു മൈനസ് ബി. എന്താണ്? യു നമ്മൾ ആരെ എടുത്ത് കളയണം? യു ഇന്ന് ബിയിലുള്ള ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയണം. ബിയിലുള്ള ആര്? 3 ഉണ്ടല്ലോ. അപ്പോൾ യു ഇന്ന് 3യെ കളഞ്ഞു. 4 ഉണ്ടാ? 4നെ കളഞ്ഞു. ബിയിൽ 6 ഉണ്ട്. 6നെ എന്ത് ചെയ്യുക? കളയുക. ബാക്കി നമുക്ക് എന്ത് കിട്ടും സാധനം? 1 2 5. ഏതാണ്ട് 1 2 5. എ കോംപ്ലിമെന്റും കിട്ടി, ബി കോംപ്ലിമെന്റും കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ള 1 4 5ലും 1 2 5ലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? സംഭവം 1ഉം ഇവിടെ സോറി ഇവിടെ LHS പാർട്ടില്ലേ 1ഉം 6ഉം അല്ല. നമ്മൾ എന്താണ് കിട്ടുക? 6 പോയല്ലോ. നമുക്ക് ആൻസർ 1ഉം 5ഉം ആണ് കേട്ടോ. എൻ്റെ മിസ്റ്റേക്ക് ആണേ, സോറി കേട്ടോ. 2ഉം 3ഉം എന്താണ്? 4ഉം 6ഉം കളഞ്ഞാൽ ബാക്കിയാണത്തുള്ളത് 1ഉം 5ഉം ആണ്. എഴുതിയിൽ എന്ത് പറ്റിപ്പോയി? ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. എവിടെയോ എന്താണ് ചിന്ത പോയി. അപ്പോൾ എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്? ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഇവിടെയും എന്താണ്? 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇവിടെ 4 ഉണ്ട്, പക്ഷെ ഇവിടെ ഉള്ളത് ആരാണ്? 2 ആണ്. ഒരുപോലെ അല്ല. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 1ഉം 5ഉം. നോക്കിയേ, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? LHS ഈക്വൽ ടു RHS. ഇത്രയേ ഉള്ളൂ. അപ്പം മക്കൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. എന്താണ് മക്കളെ? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെൻ ഡയഗ്രം വരച്ചു നോക്കാം. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ഒരു വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. ഇതാണ് നമ്മൾ എന്ത്? എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, എ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കുള്ളതാണല്ലോ. അതാണ് എ. നേരത്തെ വരച്ച പോലെ ഇതാണ് എ. എ കോംപ്ലിമെന്റ് എന്താണ്? എ കോംപ്ലിമെന്റ് പുറത്തുള്ളതാണ്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഇതാണ് എ കോംപ്ലിമെന്റ്. അപ്പോൾ ഇതിൽ വല്ലതും കോമൺ ആയിട്ട് എടുക്കാനുണ്ടോ? കോമൺ റീജിയൻ എവിടെയെങ്കിലും വരുന്നുണ്ടോ? നോക്കിയാണ്. കോമൺ ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് എന്താണ് ഇതിനകത്ത്? ഇപ്പം നമ്മൾ നേരത്തെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഈ റീജിയനെയൊക്കെ നമ്മൾ എന്ത് പറയണത്? കോമൺ റീജിയൻ എന്ന് പറയണം. അതുപോലെ ഈ രണ്ട് ഷെയ്ഡും കൂടെ മെർജ് ആവണ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താണ്ടാ? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ടാ? 5 ആണ്. അതായത് നൾ സെറ്റ്. അതാണ്ടാ നൾ സെറ്റ് 5 ആണ്. ഓക്കെ, അതായത് ഇതിനകത്ത് കോമൺ റീജിയൻ എന്താണ്? ഇല്ല. ഒരു ഡിസ്ജോയിന്റ് സെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇവിടെ എന്താണ്ടാ? 5 ആണ്. ഇതൊക്കെ നമുക്ക് MCQ ആയിട്ട് ചോദിച്ച് നമ്മളെ കുഴപ്പിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുകയാണ്. എ ഉണ്ട്, അല്ല യു ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ത് ചെയ്യണം? അത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എ ഇന്റർസെക്ഷൻ നമുക്ക് ആദ്യം LHS എടുക്കാം. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് ആൻസർ? 1 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് അർത്ഥം. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്ടാ മക്കളെ? 1 മൈനസ് എ ഇന്റർസെക്ഷൻ. ഇവിടെ സോറി 1 അല്ല, പ്രോബിലിറ്റി പഠിപ്പിച്ച് എനിക്ക് ഇപ്പൊ തലയിൽ കയറിയിരിക്കുന്നു. 1 അല്ല, ഇവിടെ അത് ആരാണ്ട? യു ആണ്. പ്രോബിലിറ്റി വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? പ്രോബിലിറ്റി വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്തെടുക്കുന്നത്? 1 എന്ന് പറഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമുക്ക് ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരൊക്കെ വരുന്നുണ്ടാ? എയിലും ബിയിലും കോമൺ ആയിട്ട് ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെയും 2 ഉണ്ട്.
ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പം എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്ന ആരൊക്കെയാണ്? 2 3 4. അതാണ്ട 2 3 4. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ആരെ ഒഴിവാക്കണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1 2 3 4 5 6ൽ നിന്ന് 2 3 4 നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളയണം. കളയുമ്പോൾ എന്ത് സംഭവിക്കും? 2 പോയി, 3 പോയി, 4 പോയി. ബാക്കി ആരെ കിട്ടും? 1 5 6 കിട്ടും. 1 5 6. ഓക്കെ, നമുക്ക് LHS പാർട്ടായി. ഇനി നമുക്ക് അവിടെ ആരൊക്കെ വേണം? അടുത്ത RHS പാർട്ട് എന്താണ്? RHS പാർട്ട് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലേ? നമുക്ക് ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? യുവിൽ നിന്ന് എയിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് വെട്ടിത്താളും അല്ലേ? ഇപ്പൊ യുവിൽ 2 ഉണ്ട് 3 ഉണ്ട് അല്ലെ? ഇവിടുത്തെ 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. പോയാൽ പിന്നെ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1 5 6. ഏതാണ്ട 1 5 6. അതുപോലെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് ബിയിൽ ആരൊക്കെ ഉണ്ട്? 2 3 4 6 അല്ലേ? ഇപ്പൊ 2 3 4 6 പോയതിന്റെ ബാക്കി ഇനി അവിടെ ഉള്ള ആരാണ്? 1ഉം 5ഉം അല്ലേ? എടാ 1ഉം 5ഉം അല്ലേ? 1ഉം 5ഉം ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇതിന്റെ എന്താണ്? യൂണിയൻ ആണ് വേണ്ടത്. യൂണിയൻ. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 5 6ഉം യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1ഉം 5ഉം ആണ്. രണ്ടിന്റെയും കൂടെ യൂണിയൻ അല്ലേ? അപ്പൊ യൂണിയൻ എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് 1 5 6 എന്ന് കിട്ടും. എടാ LHS RHS ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? LHS ഈക്വൽ ടു RHS. എടാ നമുക്ക് ഇനി ഒരു വീഡിയോ കൂടെ ഇതിനകത്ത് 1-2 വീഡിയോസും കൂടെ ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു 2020 വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. പിന്നെ ഒന്ന് ടെസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് നോട്ടീസ് നോക്കണം. ടെസ്റ്റിനകത്തുള്ള ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ നോക്കിയിട്ട് അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ട അടുത്ത ചാപ്റ്റർ എന്ന് റിലേഷൻ ആൻഡ് ഫംഗ്ഷനും ട്രിഗണോമെട്രിയും ആണ്. അതെന്താണ്? ഒരേ സമയം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലാസ് ആയിട്ട് വരും കേട്ടോ. എത്രയും പെട്ടെന്ന് വരും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ആൻസറിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾ പറയണേ. കാരണം എന്താണ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ശ്രദ്ധ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറയുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.